ഹേ ഓൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഫോമാറ്റാണ് ലെറ്റർ റൈറ്റിംഗ്. 6 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ്, അതേപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ലെറ്റർ റൈറ്റിംഗ് പഠിക്കുന്നത് സ്റ്റോറി ഓഫ് ബ്രുക്ലിൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ജോൺ റോബ്ലിൻ്റെ ആ ചാപ്റ്ററിലാണ് നമ്മൾ ഈ ഒരു ഫോമാറ്റ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെ നോക്കാം, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കാം. യെസ്, നമുക്ക് ഫോമാറ്റ് ഫസ്റ്റ് നോക്കാം. ഈ ഓർഡറിലാണ് ഫോർമാറ്റ് എഴുതേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് ഫ്രം അഡ്രസ്. ഓക്കെ, നിങ്ങളെ അഡ്രസ്സ് നമ്മൾ ഇമെയിൽ എന്താ ചെയ്തത്, ഇമെയിൽ അഡ്രസ്സ് അല്ലേ. ഫ്രം ഇമെയിൽ അഡ്രസ്സ് എന്താണ്, ഒരാളുടെ നമ്മളെ ഇമെയിൽ അഡ്രസ്സ് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ നമ്മളെ വീട്ടുപേരും നമ്മളെ സ്ഥലവും നോർമൽ അഡ്രസ്സാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്, ഫ്രം അഡ്രസ്സ്. നെക്സ്റ്റ് ഫ്രം അഡ്രസ്സ് കഴിഞ്ഞാൽ സെക്കൻഡ് എന്താ ഒരു ലൈൻ വിട്ടിട്ട് ഡേറ്റ് ചെയ്താൽ. ഓക്കെ, ഒരു ഡേറ്റ് എഴുതി കൊടുക്കാൻ. നിങ്ങൾ എപ്പോഴാണ് എഴുതുന്നത്, ഇപ്പം എന്താ ജോൺ റോബ്ലിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു 1800 സംതിങ് വർഷം കൊടുക്കണം. ഓക്കെ, ഡേറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ചെയ്യുന്നത് ടു അഡ്രസ്സ്. ആർക്കാണോ നമ്മൾ ലെറ്റർ അയക്കുന്നത് അവരുടെ അഡ്രസ്സ് എന്താ കൊടുക്കാം, ഒരു 2-3 ലൈനാക്കി കൊടുക്കാം. ടു അഡ്രസ്സ് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് സല്യൂട്ടേഷൻ നമ്മൾ ഇമെയിലിൽ പഠിച്ച സംഭവം തന്നെയാണ്. ഡിയർ സർ ഓർ മാഡം, അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കാം, റെസ്പെക്റ്റഡ്. ഫോർമൽ ലെറ്റർ ആണെങ്കിൽ റെസ്പെക്റ്റഡ് സർ ഓർ മാഡം, ഇതാണ് സല്യൂട്ടേഷൻ. റെസ്പെക്റ്റഡ് സർ ഓർ മാഡം. അത് കഴിഞ്ഞാൽ നമ്മൾ എന്താക്കാം, നമ്മൾ ഇമെയിൽ പറഞ്ഞ സെയിം സംഭവം എന്താണ്, സബ്ജക്റ്റ്. 1 ലൈനിൽ നമ്മൾ ലെറ്റർ അയക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനവും ഒരു ലൈനിൽ സമ്മറൈസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ദ ഹോൾ ലെറ്റർ സമ്മറൈസ് ഇൻ സിംഗിൾ ലൈൻ, അതാണ് സബ്ജക്റ്റ്. പിന്നെ നമ്മൾ ബോഡിക്ക് നിങ്ങൾ വേണമെങ്കിൽ 3 പാരഗ്രാഫായിട്ട് എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രോ, കണ്ടൻറ്റ്, കൺക്ലൂഷൻ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാരഗ്രാഫ് മതി. ലാസ്റ്റ് കൺക്ലൂഷൻ എന്താ എഴുതേണ്ടത്, യോസ് ഫെയ്ത്ത്ഫുള്ളി. നിങ്ങൾ ഇമെയിലിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുന്നത്, അതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. യോസ് ഫെയ്ത്ത്ഫുള്ളി. എന്നിട്ട് എന്താ എഴുതേണ്ടത്, നമ്മളെ പേര്. ഇതാണ് ലെറ്ററിൻ്റെ ഫോമാറ്റ്. ഈസി ആണല്ലോ. ഇത് ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഡേറ്റിൻ്റെ എന്താ വെച്ചാൽ ചില ഫോമാറ്റിൽ ഡേറ്റ് ഉണ്ടാവില്ല, ബട്ട് ശരിയായ സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ ഫ്രം അഡ്രസ്സ് കഴിഞ്ഞാൽ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഡേറ്റ് ചെയ്താൽ നല്ലതാണ്. ഇൻ കേസ് ഡേറ്റ് മറന്നു പോയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഡേറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു എക്സ്ട്രാ മാർക്കായിരിക്കും. യെസ്, നമുക്കെന്നാൽ ഇതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ ഫോർമാറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ചെയ്ത് നോക്കിയാലോ. ക്വസ്റ്റ്യൻ: John Roebling had put forward his idea to the building experts, but no one was interested in it. Imagine John is writing a letter to the mayor of Long Island, listing out the advantages and necessities of such a bridge. Draft the likely letter. എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇമെയിലിൽ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ആണ്, കണ്ടൻറ്റ് വ്യത്യാസമില്ല, ജസ്റ്റ് ഫോർമാറ്റ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ജോൺ റോബ്ലിംഗ് എന്താ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഈ ബ്രുക്ലിൻ ബ്രിഡ്ജിൻ്റെ ഐഡിയ ഒരുപാട് എക്സ്പേർട്സിന് പറഞ്ഞു കൊടുത്തു. ആർക്കും അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇമാജിൻ ചെയ്യുക. ഓക്കെ, എന്താണ് സങ്കല്പിക്കുക, എന്താ സങ്കല്പിക്കേണ്ടത്, ജോൺ ഇസ് റൈറ്റിംഗ് എ ലെറ്റർ. ഒരു ലെറ്റർ അയക്കുന്നത് മേയർ ഓഫ് ലോങ് ഐലൻഡിൻ്റെ മേയറിന് എന്തെങ്കിലും ലെറ്റർ അയക്കുന്നു. ലിസ്റ്റിംഗ് ഔട്ട് ദി അഡ്വാൻറ്റേജസ് ആൻഡ് നെസസിറ്റീസ് ഓഫ് സച്ച് എ ബ്രിഡ്ജ്. ഈ ഒരു ബ്രിഡ്ജിനെ കൊണ്ടുള്ള ഉപയോഗങ്ങളും അതിൻ്റെ അത്യാവശ്യത എന്തൊക്കെയാണെന്നുള്ള പറയുന്ന ഒരു ലെറ്റർ എഴുതുന്നത് വിചാരിക്കുക. എന്താണ് ഇതിൻ്റെ, ഡ്രാഫ്റ്റ് ദ ലൈക്ലി ലെറ്റർ. അങ്ങനെ സംഭവിച്ചേക്കാവുന്ന ഒരു ലെറ്റർ ഉണ്ടാക്കുക. ഓക്കെ, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ലെറ്റർ ശരിക്കും പറഞ്ഞാൽ 2 ടൈപ്പ് ലെറ്റർ ഉണ്ട്. ഓക്കെ, ദർ ആർ 2 ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ്. നമ്മളിപ്പം പഠിച്ച ലെറ്ററിൻ്റെ പേരാണ് ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റർ തന്നെയാണ് എക്സാമിന് കൂടുതലും വരുന്നത്. വേണമെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞുതരാം, കുഴപ്പമില്ല. ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റാണ് ഇത്. അതായത് ഫോർമൽ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട്, അതായത് നമ്മൾ ഓഫീസിലേക്കൊക്കെ അയക്കുന്ന ലെറ്ററാണ് ഫോർമൽ ലെറ്റർ. ഇനി ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ റിലേറ്റീവ്സിനോ അയക്കുന്ന ലെറ്ററാണ് ഇൻഫോർമൽ ലെറ്റർ. അത് ഓർമ്മിച്ച് നോക്കണേ. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഓഫീസ്, ഇപ്പോൾ എന്താ പ്രിൻസിപ്പൽസ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, മേയർ അല്ലെങ്കിൽ എഡിറ്റർ, ഇതൊക്കെ എന്താണ് ഫോർമൽ ലെറ്ററിൻ്റെ കീഴിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഇൻഫോർമൽ ആണെങ്കിലോ ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനത്തെ അവർക്ക് അയക്കുന്നതാണ് ഇൻഫോർമൽ ലെറ്റർ. മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ പഠിച്ച ഫോർമാറ്റ് എന്തിനാണ്, ഫോർമൽ ലെറ്ററിൻ്റെ ആണ്. ഓക്കെ, ഇത് ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റാണ്. ഫോർമൽ അതായത് ഒഫീഷ്യൽ യൂസസ്. നമുക്ക് ഇതിന് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. യെസ്, നമുക്കിത് നോക്കാം. ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഫ്രം അഡ്രസ്. ഫ്രം അഡ്രസ്സിൽ നിങ്ങൾക്ക് വേണം നെയിം ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ നെയിം, അയക്കുന്ന ആളെ നെയിം ഇൻക്ലൂഡ് ചെയ്യാം. ജോൺ റോബ്ലിംഗ്, പാരഡൈസ് വില്ല, ഏതെങ്കിലും ഒരു വീടിൻ്റെ പേര് കൊടുക്കാൻ, ന്യൂയോർക്ക് സിറ്റി. ഇതെന്തായി, ഫ്രം അഡ്രസ് ആയി. നമ്മൾ ഫസ്റ്റ് ഫോർമാറ്റിലെ ഫസ്റ്റ് സംഭവം ടിക്കറ്റ്. നെക്സ്റ്റ് ഡേറ്റ്. ഓക്കെ, ഒരു ഡേറ്റ് ഇടാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, അങ്ങനെ 12th ഓഗസ്റ്റ്, അതായത് മാസം ഇങ്ങനെ ഫുള്ളായിട്ട് എഴുതുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഓഗസ്റ്റ് അങ്ങനെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ടു അഡ്രസ്. ആർക്കാണോ അയക്കുന്നത്, ടു അഡ്രസ് ആരാണ്, മേയേഴ്സ് ഓഫീസ്. ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ല, ക്വസ്റ്റനിലേക്ക് തന്ന സംഭവം തന്നെ നിങ്ങൾ ഇവിടെ എഴുതാൽ മതി. ആർക്കാണ് നമ്മൾ അയക്കുന്നത്, ടു ദ മേയർ ഓഫ് ലോങ് ഐലൻഡിൻ്റെ മേയർ നമ്മൾ അയക്കുന്നത്. അപ്പോൾ എന്താണ്, യെസ്, ടു ദ മേയേഴ്സ് ഓഫീസ് USA.
ഇനിയിപ്പോൾ ചില ഫോമാറ്റിൽ ഇവിടെ ഫ്രം എന്ന് തന്നെ എഴുതും, ഇവിടെ ടു എന്ന് തന്നെ എഴുതും. അതൊന്നും കുഴപ്പമില്ല. സ്റ്റാൻഡേർഡ് ഫോമാറ്റിൽ എന്ത് വേണ്ട, അങ്ങനെ ഫ്രം ടു എഴുതേണ്ട ആവശ്യമില്ല, അത് അണ്ടർസ്റ്റുഡ് ആണ്. നെക്സ്റ്റ് സല്യൂട്ടേഷൻ. റെസ്പെക്റ്റഡ് സർ ഓർ മാഡം. റെസ്പെക്റ്റഡ് സർ ഓർ മാഡം എന്തായി, സല്യൂട്ടേഷൻ ആയി. ഓക്കെ, അടുത്ത് നമ്മൾ ഓരോ സെക്ഷൻ ടിക്ക് ഇടും. നിങ്ങൾ ഈ ഫോർമാറ്റിൻ്റെ എന്താ കറക്റ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മയിൽ ഓട്ടോമാറ്റിക് വരും. അപ്പോൾ ഇതിന് ഓരോന്ന് ടിക്ക് ഇട്ടാൽ മതി. ഓക്കെ, ഫ്രം അഡ്രസ്, ഡേറ്റ്, ടു അഡ്രസ്, സല്യൂട്ടേഷൻ, ഒക്കെ ഇതിന് ടിക്ക് ഇട്ടാൽ മതി. നെക്സ്റ്റ് സബ്ജക്റ്റ്. നമ്മൾ ഇമെയിലിൽ പറഞ്ഞ അതേ സംഭവം സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് ഒരു ലൈനിൽ നമ്മൾ എന്താക്കി, ഈ ഫുൾ ഇമെയിലിൻ്റെ ഫുൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്, സമ്മറി ആയിട്ട് ഒരു ലൈനിൽ പറഞ്ഞു. ഇമ്പോർട്ടൻസ് ഓഫ് എ ബ്രിഡ്ജ് കണക്റ്റിംഗ് ലോങ് ഐലൻഡ് ടു ന്യൂയോർക്ക്. ന്യൂയോർക്കിനും ലോങ് ഐലൻഡ് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജിൻ്റെ ആവശ്യകത എന്താണ്, അതാണ് സബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് കണ്ടന്റിലേക്ക് വരുന്നതാണ്. ഐ ആം ജോൺ റോബ്ലിംഗ്. ഞാൻ ജോൺ റോബ്ലിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രോ അല്ലേ. ആൻഡ് എഞ്ചിനീയർ റിസൈഡിങ് ഇൻ ന്യൂയോർക്ക് സിറ്റി. ഒരു എഞ്ചിനീയറാണ് എവിടെ താമസിക്കുന്നത്, ന്യൂയോർക്ക് സിറ്റിയാണ് താമസിക്കുന്നത്. റിസൈഡിംഗ് എന്ന് പറഞ്ഞാൽ താമസിക്കുന്നത്. ഐ ആം പ്രപ്പോസിങ് ദി ഐഡിയ ഓഫ് ബിൽഡിംഗ് എ ബ്രിഡ്ജ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാൻ പോവുകയാണ്. എന്താണ്, ഒരു ബ്രിഡ്ജ് തയ്യാറാക്കുക. ബ്രിഡ്ജ് പണിയാൻ, ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പണിയുക, ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പാലം. കണക്റ്റിംഗ് ന്യൂയോർക്ക് ടു ലോങ് ഐലൻഡ്. ന്യൂയോർക്കിനെയും ലോങ് ഐലൻഡിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യുന്നത് പറഞ്ഞു തരാണ്. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ അത്യാവശ്യമാണത്. എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ? വി ക്യാൻ റെഡ്യൂസ് ദ ട്രാവൽ ടൈം. അതായത് അവിടെ ഇപ്പോൾ പാലില്ലാത്തതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ആ ടൈം ഒരുപാട് കുറക്കാൻ പറ്റും. വി ക്യാൻ റെഡ്യൂസ് ദ ട്രാവൽ ടൈം. വേറെ എന്താ ഉപയോഗം? ബോത്ത് ദ ടൗൺസ് വിൽ ബി ഹൈലി ബെനിഫിറ്റഡ്. എന്താ, രണ്ട് ടൗൺ എന്താക്കും, രണ്ട് ടൗണിനും ഇതുകൊണ്ട് വളരെയധികം ഉപകാരമുണ്ട്. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഉപകാരം. ഓക്കെ, നെക്സ്റ്റ് ദ ബ്രിഡ്ജ് ഇറ്റ്സെൽഫ് വിൽ ബിക്കം എ ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഇത്രയും ലോങ് ആയിട്ടുള്ള എന്താണ്, ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയാൽ തന്നെ ആ ബ്രിഡ്ജ് തന്നെ കാണാൻ ഒരുപാട് ടൂറിസ്റ്റ് വരും അല്ലേ. അപ്പോൾ അതിന് എന്താ, ആ ലോക്കൽ എക്കോണമിക്കൊക്കെ ബൂസ്റ്റ് വരും. നെക്സ്റ്റ് ഐ ഹാവ് ദ ഡിസൈൻസ് റെഡി. ഇത് എഞ്ചിനീയർ ആണല്ലോ. അപ്പോൾ എന്താണ്, എൻ്റെ അടുത്ത് ഈ പാലത്തിൻ്റെ ഡിസൈനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, താങ്കളാണ് ചെയ്യേണ്ടത്. സോ ഐ ഹോപ്പ്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, യു വിൽ ടേക്ക് നെസറി ആക്ഷൻ ആൻഡ് മേക്ക് ദിസ് ബ്രിഡ്ജ് എ റിയാലിറ്റി. നിങ്ങളെന്താ ഇതിന് വേണ്ട ശരിയായ ആക്ഷൻ, അതായത് ഇതിനെന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യും. ആൻഡ് മേക്ക് ദിസ് ബ്രിഡ്ജ് എ റിയാലിറ്റി. എന്നിട്ട് ഈ പാലത്തിനെ ഒരു യാഥാർത്ഥ്യമാക്കും. ലാസ്റ്റ് എന്താ വേണ്ടത്, കൺക്ലൂഷൻ. യോസ് റെസ്പെക്റ്റ്ഫുള്ളി ജോൺ റോബ്ലിംഗ്. എത്ര മാർക്കായി? 6 മാർക്സ്. ഓക്കെ, 6 മാർക്സ്. ലെറ്റർ ഈസിയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ ഫോർമാറ്റ് നിങ്ങൾ അതേപോലെ, ഇതൊക്കെ എന്താ നിങ്ങൾക്ക് സ്ഥലവും ഇതൊക്കെ നിങ്ങൾ എന്താ എക്സ്ട്രാ ആഡ് ചെയ്താണ്. എന്താ വീട്ടുപേര് അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡേറ്റ് ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാം. ഈ ഇവിടെ മുതൽ ഇങ്ങോട്ട് വരെ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണം. ഇതിന് ഒരുപാട് മാർക്ക് ഉണ്ട്. ഇതിന് ഏകദേശം ഹാഫ് മാർക്ക് ഇത് തന്നെയായിരിക്കും. ബാക്കിയുള്ള ഫോർമാറ്റിനൊക്കെയാണ് ബാക്കി മാർക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾ സാമ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് എന്താ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പേടി പോകുള്ളൂ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നമ്മൾ ഇമെയിൽ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ, ജസ്റ്റ് അതിൻ്റെ എന്ത് വേർഷൻ, ലെറ്റർ വേർഷൻ. Washington was hurt and shocked to hear that his future project was taken off. Emily, his wife, understood the disappointment of her husband. She writes a letter to the crew and engineers calling them to restart the project. Draft a likely letter. എന്താ പറഞ്ഞിരിക്കുന്നത്, വാഷിങ്ടൺ വളരെയധികം ദുഃഖിതനായി. എന്തുകൊണ്ട്? ഷോക്ക്ഡ് ആയിപ്പോയി. കാരണം അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ പ്രൊജക്റ്റ് നിർത്തിവെച്ചെന്ന കാര്യം അറിഞ്ഞപ്പോൾ. എമിലി, അദ്ദേഹത്തിൻ്റെ ഹിസ് വൈഫ് അണ്ടർസ്റ്റുഡ്, മനസ്സിലാക്കി, ദ ഡിസപ്പോയിൻമെൻറ്റ്, സങ്കടം, ഓഫ് ഹെർ ഹസ്ബൻഡ്, അവളുടെ ഭർത്താവിൻ്റെ. ഷീ റൈറ്റ്സ് എ ലെറ്റർ, അവൾ ആർക്ക് ലെറ്റർ അയച്ചു? ഒരു ലെറ്റർ അയക്കുന്നു. ആർക്ക്? ടു ദ ക്രൂ ആൻഡ് എഞ്ചിനീയേഴ്സ്. ഇതിന് പണിയെടുക്കുന്ന ക്രൂ എന്ന് പറഞ്ഞാൽ ഇതിന് പണിക്കുന്ന എംപ്ലോയീസ്, എഞ്ചിനീയേഴ്സ്, അതേപോലെ എഞ്ചിനീയേഴ്സ്, കോളിംഗ് ദം ടു റീസ്റ്റാർട്ട് ദ പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റ് വീണ്ടും തുടങ്ങാൻ വേണ്ടി എന്തായിരുന്നു, ഒരു ലെറ്റർ അയക്കുന്നു. ഡ്രാഫ്റ്റ് ദ ലൈക്ലി ലെറ്റർ. അവിടെ ചാൻസ് ഉണ്ടാകുന്ന ഒരു ലെറ്റർ എന്താണോ അത് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, യെസ്, നമുക്ക് നോക്കാം. സെയിം സംഭവം തന്നെ ശ്രദ്ധിച്ച് വെക്കാം. സ്പീഡിൽ പറയുന്നുണ്ട്. എമിലി വാഷിങ്ടൺ, പാരഡൈസ് വില്ല. എന്താണ്? ഫ്രം അഡ്രസ്, ഡേറ്റ് ഒക്കെയാണല്ലോ. ടു അഡ്രസ്, ന്യൂയോർക്ക്, ബിൽഡേഴ്സ് ന്യൂയോർക്ക്. ഇതാണ് എന്താ, ടു അഡ്രസ് കഴിഞ്ഞു. ഇതെന്താണ്? സല്യൂട്ടേഷൻ, ഡിയർ ക്രൂ ഓർ എഞ്ചിനീയേഴ്സ്. ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറ്റണം. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കോമൺ ആയിട്ട് ആലോചിച്ച് മനസ്സിലാവും. ഇവിടെ എന്താണ്, സർ ഓർ മാഡം എന്നല്ല വേണ്ടത്. എന്താ വേണ്ടത്? ക്രൂ ഓർ എഞ്ചിനീയേഴ്സ്. കാരണം നമ്മൾ ക്രൂ എഞ്ചിനീയേഴ്സിനെ അയക്കുന്നത്. സബ്ജക്റ്റ് എന്താ? റീസ്റ്റാർട്ടിങ് ദ ബ്രുക്ലിൻ ബ്രിഡ്ജ് പ്രൊജക്റ്റ്. എന്താണ്? ഈ ബ്രുക്ലിൻ ബ്രിഡ്ജ് നിർത്തിവെച്ച ബ്രുക്ലിൻ ബ്രിഡ്ജ്, നിങ്ങൾക്ക് ആ ചാപ്റ്റർ വായിച്ചാൽ അറിയാം. അത് നിർത്തിവെക്കാനുള്ള കാരണം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ വാഷിങ്ടണിന് ഒരു പരിക്ക് പറ്റി. അപ്പോൾ അദ്ദേഹം പാരലൈസ് ആയിപ്പോയി. പാരലൈസ് എന്ന് പറഞ്ഞാൽ ഒരു നടക്കാനോ സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഹോസ്പിറ്റലിൽ ബെഡ് റിഡൺ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഓക്കെ, ബെഡ് റിഡൺ, കിടപ്പിലായ അവസ്ഥക്ക് വരുന്ന വാക്കാണ് ബെഡ് റിഡൺ. ഓക്കെ, ബെഡ് റിഡൺ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കിടപ്പിലായെന്നുള്ള അർത്ഥം. അതുപോലെ ഞാൻ ഇവിടെ വേറെ കാര്യം പറയാൻ വിചാരിക്കുന്നു. യെസ്, ഈ ഒരു വാക്ക് ഹേർട്ട്. ഓക്കെ, കോമൺ മിസ്റ്റേക്കാണ്, എല്ലാവരും വരുന്ന മിസ്റ്റേക്കാണ്. ഈ ഒരു വാക്ക് കണ്ടോ, HEART. അതായത് ഇങ്ങനെ പഠിച്ചാലും മറക്കാം. ഓക്കെ, ഇത് നിങ്ങളെങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത്? ജസ്റ്റ് നിങ്ങളൊന്ന് പറയാം, ഇതെങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ?
പറഞ്ഞോ? ഓക്കെ, നിങ്ങളിങ്ങനെ പറഞ്ഞത് ഒന്നെങ്കിൽ ഹാർട്ട് എന്നായിരിക്കും പറഞ്ഞിട്ടാവാൻ, അല്ലെങ്കിൽ ഹേർട്ട് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാൻ. അപ്പോൾ ഇതിലേതാ കറക്റ്റ്? നിങ്ങളിപ്പോൾ ഏതാ പറഞ്ഞത് കൂടി പറയാം. ഓക്കെ, ഈ വേർഡ് HEART എന്ന് പറഞ്ഞ വേർഡ്, അതായത് ഹൃദയം എന്ന മീനിങ്ങിലുള്ള വേർഡിൻ്റെ ശരിയായ പ്രൊണൗൺസിയേഷൻ ഹാർട്ട് എന്നാണ്. ഓക്കെ, ഹാർട്ട്, രണ്ട് ഹേർട്ട് എന്നല്ല. അതായത് ഹൃദയത്തിൻ്റെ ഇംഗ്ലീഷിലെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് എന്നാണ്, ഹാർട്ട് എന്നാണ്. നിങ്ങളിപ്പം ഹേർട്ട് എന്ന് പറയുമ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാക്ക് ഏതാണ്? HURT. ഇവിടെയുള്ള ഈ വാക്ക് അതിനർത്ഥം എന്താണ്? വേദനിപ്പിക്കുക. അപ്പോൾ രണ്ടിനും ഓപ്പോസിറ്റ് മീനിങ്സ് ഏകദേശം വരുന്നത് അല്ലേ? അപ്പോൾ എന്താകണം, ഈ ഹാർട്ടിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്താണ്? HEART എന്ന് പറഞ്ഞാൽ ഈ വാക്കിൻ്റെ പ്രൊണൗൺസിയേഷൻ ഹാർട്ട് എന്നാണ്, ഹേർട്ട് അല്ല. ഹേർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്ക് എന്താണ്? ഈ വാക്കാണ്, ഹേർട്ട് എന്ന് പറഞ്ഞ വാക്ക്. ഓക്കെ, ജസ്റ്റ് ഓർമ്മിച്ച് നോക്കാം. ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ ഇവിടെ പറഞ്ഞ കാര്യം എന്താ പറഞ്ഞത്? യെസ്, മറ്റേ ബെഡ് റിഡൻ എന്ന് പറഞ്ഞ വാക്ക്. ഓക്കെ, ബെഡ് റിഡൻ ആ വാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബെഡ് റിഡൻ. ഓക്കെ, യെസ്, അത് ഓർമ്മിച്ച് വെക്കാം. ബെഡ് റിഡൻ എന്ന് പറഞ്ഞാൽ എന്താ? കിടപ്പിലായ രോഗി. നമുക്ക് തുടങ്ങാം. ഐ ആം എമിലി റോബ്ലിംഗ്. ഞാൻ എമിലി റോബ്ലിംഗ്, വൈഫ് ഓഫ് മിസ്റ്റർ വാഷിങ്ടൺ. മിസ്റ്റർ വാഷിങ്ടൻ്റെ ഭാര്യ. ആസ് യു നോ, നിങ്ങൾക്കറിയുന്ന പോലെ ദ പ്രൊജക്ട് ഹാസ് സ്റ്റോപ്ഡ് ആഫ്റ്റർ ഹിസ് ഇഞ്ചറി. അദ്ദേഹത്തിന് പറ്റിയ അപകടത്തിന് ശേഷം എന്ത് പറ്റി? പ്രൊജക്റ്റ് നിന്ന് പോയിട്ടുണ്ട്. എന്തിൻ്റെ പ്രൊജക്റ്റാണ്? യെസ്, ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ പ്രൊജക്റ്റ്. വിച്ച് ലെഫ്റ്റ് ഹിം പാരലൈസ്. അദ്ദേഹത്തെ അത് പാരലൈസ് ചെയ്തു, നടക്കാനോ സംസാരിക്കാനോ പറ്റുന്ന അവസ്ഥ. ബട്ട് ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു റീസ്റ്റാർട്ട് ദ പ്രൊജക്ട്. എനിക്ക് വിശ്വാസമുണ്ട്, ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ, സാധ്യമാണ്, ഇറ്റ് ഈസ് പോസിബിൾ ടു റീസ്റ്റാർട്ട് ദ പ്രൊജക്ട്. ഈ പ്രൊജക്റ്റ് വീണ്ടും തുടങ്ങാൻ സാധ്യമാണ്. എങ്ങനെയാണ്? വാഷിങ്ടൺ ഹാസ് ബീൻ ഗിവിംഗ് മീ സൈൻസ് ടു റീസ്റ്റാർട്ട് ദ പ്രൊജക്ട്. അതായത് വാഷിങ്ടണിന് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്. എങ്ങനെ? ആ പ്രൊജക്റ്റ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിൽ സയൻസ് ആർക്ക് കാണിച്ചു കൊടുത്തു? ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഐ ആം വില്ലിങ് ടു ഷെയർ വാട്ട് എവർ ഹി ഇൻഡിക്കേറ്റ്സ് ടു മീ. ഞാൻ തയ്യാറാണ് എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹം എനിക്ക് എന്താണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അത് ടാപ്പ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആർക്ക് തയ്യാറാണ്? ഞാൻ, എമിലിക്ക് ഞാൻ തയ്യാറാണ്. ദിസ് വേ, ഇങ്ങനെ വി ക്യാൻ കംപ്ലീറ്റ് ദ പ്രൊജക്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് ടു സീ ഓൾ ഓഫ് യു ബാക്ക് സ്ട്രോങ്ങർ ദാൻ ബിഫോർ. അതുകൊണ്ട് തന്നെ എന്താ, ഇപ്പോൾ അടുത്ത് തന്നെ എന്താണ്, നിങ്ങളെല്ലാവരും തിരിച്ചു വരും. ഐ ഹോപ്പ് ടു സീ ഓൾ ഓഫ് യു ബാക്ക്, തിരിച്ചു വരും, സ്ട്രോങ്ങർ ദാൻ ബിഫോർ. ആദ്യത്തേനേക്കാളും കരുത്തായിട്ട് നിങ്ങൾ തിരിച്ചു വരുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ലാസ്റ്റ് എന്താണ് നമ്മളെ ബോഡി കഴിഞ്ഞു. ലാസ്റ്റ് കൺക്ലൂഷൻ. യോസ് റെസ്പെക്ട്ഫുള്ളി എമിലി. ഇതെന്താണ്? കൺക്ലൂഷൻ. ഒരു ക്വസ്റ്റ്യൻ കൂടി, അത് നമുക്കിത് ഇനി പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഫോർമാറ്റ് മാത്രം നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ ഇമെയിൽ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, ശ്രദ്ധിച്ച് കേൾക്കാം. യു ആർ ദ സെക്രട്ടറി ഓഫ് ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ. റൈറ്റ് എ ലെറ്റർ ടു മാർഗരറ്റ് ആറ്റ്വുഡ് ഇൻവൈറ്റിംഗ് ഹെർ ടു ഇനോഗ്രേറ്റ് ദ കോൺവക്കേഷൻ സെറമണി ഓഫ് സാക്ഷരതാ മിഷൻ. ഇമെയിൽ വീഡിയോ കാണാത്തവർ എത്രയും പെട്ടെന്ന് കാണണം. യു ആർ ദ സെക്രട്ടറി ഓഫ് ഇംഗ്ലീഷ് ക്ലബ്. ഇംഗ്ലീഷ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ് നിങ്ങളുടെ സ്കൂളിൻ്റെ. ഒരു ലെറ്റർ എഴുതുക. റൈറ്റ് എ ലെറ്റർ ടു മാർഗരറ്റ് ആറ്റ്വുഡ്. ആരാണ് മാർഗരറ്റ് ആറ്റ്വുഡ്? നമ്മളെ പൂർ വുമൺ ലേൺസ് ടു തന്നെ പോയം എഴുതിയ പോയറ്റ്. യെസ്. ഇൻവൈറ്റിംഗ് ഹെർ ടു ഇനോഗ്രേറ്റ് ദ കോൺവക്കേഷൻ സെറമണി. എന്താണ് കോൺവക്കേഷൻ സെറമണി? അതായത് നമ്മളിപ്പോൾ എക്സാമിന് ശേഷം എല്ലാവരും പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഒരു സെറമണി നടത്തും. എന്താ, എല്ലാവരും പാസ്സായ ഒരു വിജയാഘോഷം പോലെ ഒരു സെറമണി നടത്തും. അതാണ് കോൺവക്കേഷൻ സെറമണി. ഓക്കെ, ഓഫ് സാക്ഷരതാ മിഷൻ. നമ്മുടെ സാക്ഷരതാ മിഷൻ്റെ ഒരു കോൺവക്കേഷൻ സെറമണിക്ക് ഇനോഗ്രേഷനായിട്ട് ആരെ വിളിക്കാൻ? മാർഗരറ്റ് ആറ്റ്വുഡിനെ ഒരു ലെറ്റർ അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലെറ്റർ നോക്കാം. ഈസിയാണ്, ശ്രദ്ധിച്ച് കേട്ടാൽ വേഗം മനസ്സിലാവും. യെസ്, നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. ഫസ്റ്റ് എന്താണ്? രാഹുൽ, ABC സ്കൂൾ, തിരുവനന്തപുരം. നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് അയക്കുന്നത്. അപ്പോൾ എന്ത് വേണ്ട? വീട്ടിൻ്റെ അഡ്രസ്സ് വേണ്ട. എന്ത് മതി? ABC സ്കൂൾ, തിരുവനന്തപുരം മതി. നെക്സ്റ്റ് ഡേറ്റ്. നമുക്ക് മൊത്തം ഫോർമാറ്റിൽ എത്ര പോയിൻറ്റ്സ് ഉണ്ട്? 7 പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 7 പോയിൻറ്റ്സും ആകുന്നതോളം ചെക്ക് ചെയ്യണം. 7 പോയിൻറ്റ്സ് ആണ് ഫുള്ളായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്തായി? ഫ്രം അഡ്രസ്സ് എഴുതി, ഡേറ്റ് എഴുതി. നെക്സ്റ്റ് എന്താ വേണ്ടത്? ടു അഡ്രസ്. മാർഗരറ്റ് ആറ്റ്വുഡ്, ഒട്ടാവ, കാനഡ. മാർഗരറ്റ് ആറ്റ്വുഡ് ശരിക്കും ഒരു കാനഡിയൻ പോയിട്ടാണ്. അപ്പോൾ എന്തായി? ടു അഡ്രസ് ആയി. നെക്സ്റ്റ് എന്താ വേണ്ടത്? സല്യൂട്ടേഷൻ. അല്ല, സല്യൂട്ടേഷൻ എന്താ വേണ്ടത്? ഡിയർ മാഡം മാത്രം പോരാ, ഡിയർ സാർ എന്ന് വേണോ? വേണ്ട. കാരണം മാർഗരറ്റ് ആറ്റ്വുഡ് എന്താണ്? യെസ്, ഡിയർ മാഡം എന്തായി? ഇപ്പോൾ സല്യൂട്ടേഷനായി. 4 പോയിൻറ്റ്സ് ആയി. നെക്സ്റ്റ് എന്താണ് സബ്ജക്റ്റ്? നമ്മൾ എന്തിനായി കത്തേക്കുന്നത്? ഇൻവിറ്റേഷൻ ടു ഇനോഗ്രേറ്റ് ദ കോൺവക്കേഷൻ ഓഫ് സാക്ഷരതാ മിഷൻ. സാക്ഷരതാ മിഷൻ്റെ കോൺവക്കേഷനെ ഇനോഗ്രേറ്റ് ചെയ്യാനുള്ള ഇൻവിറ്റേഷനാണ് എന്ത്? ഈ മെസ്സേജ്. എന്തായി? സബ്ജക്റ്റുമായി. നെക്സ്റ്റ് എന്താണ്? ബോഡി. ഇതാണ് ബോഡി. അപ്പോൾ ബോഡിയും ആയി. നെക്സ്റ്റ് എന്താ? ലാസ്റ്റത്തെ കൺക്ലൂഷൻ. ഇപ്പം 7 പോയിൻറ്റ്സും ഉണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഇത് സ്പീഡിൽ വായിച്ച് നോക്കാം. ഐ ആം രാഹുൽ. ഇതാണ് നമ്മുടെ ഇൻട്രോ ലൈൻ അല്ലേ? ഐ ആം രാഹുൽ. നമ്മൾ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഐ ആം രാഹുൽ, സെക്രട്ടറി ഓഫ് ദി ഇംഗ്ലീഷ് ക്ലബ് ഓഫ് ABC സ്കൂൾ, തിരുവനന്തപുരം. എന്താ? ഈ സ്കൂളിൻ്റെ ഇംഗ്ലീഷ് ക്ലബിൻ്റെ സെക്രട്ടറി ഞാനാണ്. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ. എന്തിനാണ് നമ്മൾ ലെറ്റർ അയക്കുന്നത്? ഞാൻ ഈ ലെറ്റർ അയക്കുന്നത് ടു ഇൻവൈറ്റ് യു
to inaugurate the convocation ceremony of our students who are part of the സാക്ഷരതാ മിഷൻ. സാക്ഷരതാ മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ കുട്ടികളുടെ കോൺവക്കേഷൻ സെറമണി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ വിളിക്കുന്നത്. എപ്പോഴാണ് പരിപാടി? അത് ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷനാണ് കൊടുക്കണം. അതുകൊണ്ട് എപ്പോഴാണെന്ന് പറയാണ്ട് മറുകരേറ്റോട്ടിന് വരാൻ പറ്റില്ലല്ലോ. The program is scheduled on 25th March 2024 at 2 PM. ശ്രദ്ധിക്കണം, ഇവിടെ ഡേറ്റ് പറഞ്ഞപ്പോൾ എന്താ നമ്മൾ ഉപയോഗിച്ചത്? ഓൺ. ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ്, ശ്രദ്ധിക്കണം. ഡേറ്റ് പറഞ്ഞപ്പം ഓൺ ഉപയോഗിച്ചു, ടൈം പറഞ്ഞപ്പം അറ്റ് ഉപയോഗിച്ചു. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. അറ്റ് 2 PM എന്താ ആ സമയത്താണ് നടക്കുക. ഷെഡ്യൂൾഡ് എന്നുള്ള വാക്ക് നല്ല വാക്കാണ് ഇത് ഉപയോഗിച്ചത്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് നടക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് നമ്മുടെ കൂട്ടത്തിലെ ഏകദേശം എല്ലാ കുട്ടികളും തന്നെ എന്താണ് ആർ ഡീപ്ലി ഇൻസ്പയർഡ് ബൈ യുവർ പോയം. എന്താ നിങ്ങളുടെ പോയം കണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ, അതായത് പഠിക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ തന്നെ വന്നത് എന്താണ് നിങ്ങളുടെ പോയം വായിച്ചിട്ടാണ്. ഏത് പോയം? എ പുവർ വുമൺ ലേൺസ് ടു റൈറ്റ്. അതുകൊണ്ടാണ് ഏകദേശം എല്ലാ കുട്ടികളും ഇൻസ്പയർഡ് ആണ് നിങ്ങളെ പോയം വായിച്ചത്. സോ അതുകൊണ്ട് യുവർ പ്രസൻസ് വുഡ് ബി മച്ച് അപ്രീഷിയേറ്റഡ്. നിങ്ങൾ വന്നാൽ നമ്മളെല്ലാവരും ഹാപ്പിയാവും അല്ലേ? നിങ്ങളുടെ പ്രസൻസ് വന്നിട്ട് നമ്മൾ എല്ലാവരും ഹാപ്പിയാവും, അപ്രീഷിയേറ്റഡ്. നെക്സ്റ്റ്, ഹോപ്പ് ടു ഹിയർ ബാക്ക് ഫ്രം യു. നിങ്ങൾ തിരിച്ച് മെസ്സേജ് അയക്കും, അത് ലെറ്റർ ഇങ്ങോട്ടേക്ക് തിരിച്ചയക്കുമെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് ഇൻ ദ കൺക്ലൂഷൻ, യോസ് റെസ്പെക്റ്റ്ഫുള്ളി രാഹുൽ. എത്ര മാർക്കായി? 6 മാർക്സ്. സിമ്പിൾ കാര്യമാണ്. ഫോർമാറ്റിലെ 7 കാര്യങ്ങൾ, 7 എലമെൻറ്റ്സ് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഫോർമാറ്റ് ശ്രദ്ധിച്ച് പഠിക്കുക, ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് നോക്കുക. ഇപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് ഏതാ വീഡിയോ വേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ബാക്കി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു ഷെയർ ദിസ് video with all your friends. So that's it. Go on and keep studying. Happy learning. Bye.